ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് വെച്ചപ്പം സത്യം പറഞ്ഞാൽ എനിക്കവിടെ പറയണമെന്നില്ലായിരുന്നു. ബാക്കിയുള്ളവരോട് കുറച്ചുകൂടെ ടൈം കിട്ടിയിരുന്നെങ്കിൽ വീണ്ടും പറയായിരുന്നു. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, അത് ഈ ഒരു സെക്ഷനിൽ ഞാൻ കൂടുതലും മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരോട് ഫസ്റ്റ് ആയിട്ട് സംസാരിക്കണോ അല്ല എനിക്ക് തോന്നി ഇവരോട് സംസാരിക്കുന്നവരെ ഞാൻ വിചാരിച്ചു ഏറ്റവും കൂടുതൽ നമ്മള് തളർത്തിയ ഒരു സംഭവം പറയാൻ പറഞ്ഞല്ലോ. മറ്റുള്ളവരെ കുറച്ച് അറിയാൻ പറ്റി. ഞാൻ എൻജോയ് ചെയ്ത് ക്യാമ്പ് വന്നപ്പോൾ കുറെ ആൾക്കാരോട് ഇത് വിഷമം പറഞ്ഞ് സങ്കടം പറഞ്ഞ് ഞാൻ ആ മോൺസ് ഒക്കെ നന്നായി എൻജോയ് ചെയ്തു. പക്ഷെ ആ കുറച്ച് ടൈമോ പോലും എനിക്ക് ഭയങ്കര ക്വാളിറ്റി ഉള്ള ടൈമായിട്ട് എനിക്ക് തോന്നിയിട്ട്. ആൺകുട്ടികളൊക്കെ സംസാരിക്കേണ്ട പക്ഷെ ഇന്ന് സംസാരിച്ച മൊത്തം വന്നിട്ടാണ്. എല്ലാവരുടെയും ഫീലിങ്സ് ഡിഫറെന്റ് ആയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ജീവിതത്തിലെ വൺ ഓഫ് ഹാപ്പി മൊമെന്റ്സ് ആണ്. അവരുടെ കുറച്ച് ഗുണപാഠങ്ങളൊക്കെ കിട്ടിയാണ്. ഇത്രയും ഗേൾസിനോട് ഒരു ദിവസം തന്നെ സംസാരിക്കണം ആദ്യമായിട്ടാവും. എല്ലാവരും സംസാരിക്കാൻ പറ്റിയില്ല, എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം കുറച്ച് പേരുടെ സംസാരിച്ചു, നല്ല അനുഭവം എനിക്ക് ഭയങ്കരമായിട്ട് എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ വിചാരിച്ച് ഇന്ന പോലെ ചെയ്ത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, എൻ്റെ നാട്ടിൽ അപ്പുറം ചെയ്തവരൊക്കെ ഉള്ളത്. ഞാൻ സംസാരിക്കാത്ത കുറേ ആൾക്കാരോട് ഞാൻ സംസാരിക്കും. ഓര് നമ്മുടെ കൂടെ കട്ടക്ക് കൊണ്ടു. എൻ്റെ പോരായ്മകളും മികവുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പറയാനൊരാളില്ലാത്തപ്പം അതെനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇവിടെ വന്നാണ്ട് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ടത് സാർ ചൂസ് ചെയ്ത ഈ ഒരു എൻവയോൺമെന്റ് ആണ്. വളരെ ശാന്തമായ ആംബിയൻസും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ ആൾക്കാരോട് പറയാനും കഴിഞ്ഞു, ഓരത് കേൾക്കാനും കഴിഞ്ഞു. ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയത് ആ ഒരു ഇൻസിഡന്റില്. മനസ്സിലുള്ള തുറന്നു പറയാനും കഴിഞ്ഞ് ഒരു സമാധാനമായി. എവിടേക്കോ പൂട്ടി വെച്ച ചില ഓർമ്മകളെല്ലാം പെട്ടെന്ന് വന്ന് നമ്മുടെ മനസ്സിലോട്ട് വന്ന ഒരു ഫീൽ ആയിരുന്നു. അത് ഇതുവരെയുള്ള എല്ലാവരുടെയും ഇമോഷൻസിനെ സാക്ഷ്യപ്പെടുത്തിയാണല്ലോ ഈ കല്ലിനെ വെച്ച് ഞാൻ പറയാണ്. എല്ലാവരും ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് കാണുന്നത്.